ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഗീവറീസ് അച്ഛൻ. ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് മെസ്സേജുകൾ എനിക്ക് കിട്ടി. കുറച്ചും കൂടി ഒന്ന് വ്യക്തത വരുത്താവോ, ഒന്ന് രണ്ട് കാര്യങ്ങളുടെ സംശയങ്ങളൊന്ന് തീർത്തു തരാമോ എന്ന് ചോദിച്ചിട്ട്. തീർച്ചയായിട്ടും അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഓരോന്നിനായിട്ട് ഞാൻ ഇപ്പോൾ മറുപടി പറയാം. വിശുദ്ധ കുർബാനയിൽ പുത്രൻ തമ്പുരാനോടുള്ള പ്രാർത്ഥന പരസ്യമായ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മുതൽ, അതായത് മറിയാം തീരത്തൊക്കെ ചൊല്ലി ആരംഭിക്കുമ്പോൾ മുതൽ വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗങ്ങളിലാണ്. ഈ വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗങ്ങളിലാണ്, ആ വിശ്വാസ പ്രമാണം ചെല്ലുന്ന സമയത്താണ് വിശുദ്ധ കുർബാനയ്ക്ക് പേര് തന്നിരിക്കുന്നവരുടെ പേരുകൾ രണ്ടാമത് ഓർക്കുന്നത്. ആദ്യം ഓർക്കുന്നത് തുയോബയ്ക്കാണ് കേട്ടോ, രണ്ടാമത് ഓർക്കുന്നത്. അതിനുശേഷം ദർഗായിൽ കയറി നിന്ന് യാക്കോബ് ശ്രീക മുതലുള്ളവർ തക്സയിൽ ഏത് തക്സയാണോ ചൊല്ലുന്നത് ആ തക്സ ചൊല്ലുന്നതൊക്കെ പിതാവാൻ ദൈവത്തോടാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹ പെസഹ, ചെറിയ പെസഹായ ആചരിക്കുകയും ആ പെസഹായിൽ തൻ്റെ ശരീരങ്ങളെടുത്ത് പിതാവാൻ ദൈവത്തെ കാണിച്ച് സ്തോത്രം ചെയ്ത് വാഴ്ച ശുദ്ധീകരിച്ചു കൊടുത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് മുറിച്ച് നൽകി എന്ന് പറയുന്നതായ ആ വാഴ്വിൻ്റെ ഭാഗം, വാഴ്ത്തുന്ന ഭാഗം നമ്മൾ ചൊല്ലുകയും ചെയ്ത് ഇത് കഴിഞ്ഞ് ഞാൻ വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ കഷ്ടാനുഭവം, കുരിശുമരണം, ഖബറടക്ക ഉദ്ധാനം നിങ്ങൾ ഓർത്തുകൊള്ളിരുന്നു അദാമോദോസനെ എന്ന് ചൊല്ലി നിർത്തിയതിന് ശേഷം പിന്നീടുള്ള ഭാഗം പുത്രൻ തമ്പുരാനോടും, അതായത് ആ കുന്തിരിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗം പുത്രൻ തമ്പുരാനോടും, തുടർന്നുള്ള ഭാഗം ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടർന്നുള്ള ഭാഗങ്ങൾ മുഴുവൻ പിതാവാൻ ദൈവത്തോടും. ഗണ്ണിപ്പിന് ശേഷം, അതായത് മറ തിരശ്ശീല വലിച്ചിട്ട് ഗണ്ണിപ്പ് നടത്തിയതിന് ശേഷം വീണ്ടും തിരശ്ശീല മാറ്റി പ്രാർത്ഥിക്കുന്ന ഭാഗം സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലി ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ് ഒരു സമാധാനം കൊടുത്ത്, വീണ്ടും ഒരു പ്രാർത്ഥനയും കഴിഞ്ഞൊരു സമാധാനം കൊടുത്ത്, അതിന് ശേഷം തഹവേ ചൊല്ലി ഒരു വാഴ്വും കൊടുത്തതിന് ശേഷം കർത്താവിൻ്റെ അന്നൊരു കുന്തിരിക്കേട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ കൈകളിലെടുത്ത് ഇങ്ങനെ പിടിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധായെയും മുമ്പാകെ സമർപ്പിച്ച് അവരെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കബിലാന കൊണ്ട് കാസായും ബ്ലാസായും മൂടി അതിനുശേഷം ദർഗായിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയെന്ന് ആണ് കുക്കുലിയോൻ ചൊല്ലുന്നത്. ഇതും കഴിഞ്ഞ് പടിഞ്ഞാറേക്ക് വന്ന് പുരോഹിതൻ ശുഭ്കോന ചോദിച്ചതിന് ശേഷം തിരിച്ച് ദർഗായിൽ കയറി നിന്ന് പടിഞ്ഞാറേക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് അവിടെ വെച്ച് വിശുദ്ധ കുർബാന ജനത്തിന് കൊടുക്കുകയും തുടർന്ന് ഞങ്ങളെ കർത്താവായ യേശുമിശിഹാ ഞങ്ങൾ ഭക്ഷിച്ച അതിൻ്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതിൻ്റെ രക്തവും എന്ന് പറഞ്ഞുള്ള ആ പ്രാർത്ഥനയും നടത്തി വീണ്ടും ദർഗായിലേക്ക് ചെന്ന് അവിടെ വെച്ച് അതിനുശേഷം കൃതജ്ഞതാ പ്രാർത്ഥനയും അതിനുശേഷം സമാധാനം കൊടുക്കുകയും അതിനുശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പുത്രൻ തമ്പുരാനോടും അതിനുശേഷം ഹൂത്തോമയും പിന്നെ ആശീർവാദം നൽകി ജനങ്ങളെ പറഞ്ഞയക്കുന്നതുമായ രീതിയാണ് നമ്മുടെ സഭയ്ക്കുള്ളത്. നമുക്കിത് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇതിനകത്ത് വന്നു. സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചും ആ ഒരു ചെറിയ സംശയം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ നാം ചൊല്ലുന്നത് ഗണ്ണിപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം, ശ്രദ്ധിച്ച് കേട്ടുക, ഗണ്ണിപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം മറ വലിച്ച് മറ ഇതുപോലെ പുറകെ കാണുന്ന പോലെ മറ ഇട്ടിട്ടാണല്ലോ ഗണ്ണിപ്പിൻ്റെ ശുശ്രൂഷ നടത്തുന്നത്. അതിനുശേഷം മറ നീക്കി, അതായത് തിരശ്ശീല നീക്കി നടത്തുന്ന പ്രാർത്ഥന സ്വർഗസ്വനായ പിതാവേ എന്നാണ്. അതിനുശേഷം രണ്ട് പ്രാർത്ഥനയും ഒരു വാഴ്വും കഴിഞ്ഞതിന് ശേഷം ഈ കർത്താവിൻ്റെ ശരീരരക്തങ്ങളെടുത്ത് പിതാവിനെയും പുത്രനെയും സ്തുതിച്ച് സ്തോത്രം പരിശുദ്ധ സ്തുതിക്കുന്ന സ്തുതിക്കൂടെ നടത്തി ആഘോഷിച്ചതിന് ശേഷം പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ച് ആദ്യമകാലത്ത് വിശുദ്ധ കുർബാന കൊടുക്കുകയായിരുന്നു. പിന്നീട് കുക്കുലിയോൻ വന്നു. കുക്കുലിയോൻ മധ്യസ്ഥ പ്രാർത്ഥന സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ആ കുക്കുലിയോനുകൾ ചൊല്ലി വിശുദ്ധ കുർബാന കൊടുക്കുന്ന രീതിയായിരുന്നു പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ചു. പിന്നെ നമ്മുടെ സഭയിൽ പറ്റിപ്പോയെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലുന്നത് എന്തിനാണ്? നമ്മളെ തന്നെ പിതാവാൻ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചത്. പിതാവാൻ ദൈവം ഈ പരിശുദ്ധനും ഞാൻ അശുദ്ധനുമാണ് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തി പിതാവാൻ ദൈവത്തിനാൽ നാം ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ എങ്ങനെ ഭക്ഷിക്കുകയും പാനം ചെയ്യണം എന്നുള്ളതായ ആ വചനങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നാം പാകപ്പെട്ട് നിൽക്കുന്ന അനുഭവം.
അതായത് നമ്മൾ പശ്ചാത്താപിച്ചും നമ്മൾ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞതിന് ശേഷം കർത്താവായ യേശുമിശിഹായുടെ ശരീരരക്തങ്ങളെ ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും പൂർണ്ണമായി സ്വീകരിക്കുവാൻ തയ്യാറായി നാം ഒരുങ്ങി നിൽക്കുന്ന അവസരത്തിലാണ് പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ചുകൊണ്ടെന്ന് ആദിമകാലത്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കുർബാന. പിന്നീട് പറ്റിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്കുലിയോൻ വന്നു. കുക്കുലിയോൻ ഇടയ്ക്ക് പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന കയറി. മധ്യസ്ഥ പ്രാർത്ഥനയും കഴിഞ്ഞ് ചില പള്ളികളിൽ ഒരു പ്രസംഗം നടത്തും, ചില പള്ളികളിൽ അന്നേരം നടത്തുകയില്ല, പിന്നേ നടത്തുകയുള്ളൂ. എന്തായിരുന്നാലും അത് ചില പള്ളികളിൽ പിന്നെ ഇപ്പം ഈ ജന്മദിന പ്രാർത്ഥന, വാർഷിക പ്രാർത്ഥന ഈ കവറിൻ്റെ ബലം അനുസരിച്ചാണല്ലോ, കവറിനകത്ത് പൈസ ഇട്ട് വരുന്നതിൻ്റെ ബലം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനയുടെ എണ്ണം കൂടുന്നത്. അങ്ങനെ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടി സംഭവിച്ചു പോയതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിശുദ്ധ കുർബാനയുടെ മഹത്വവും ഈ പ്രാർത്ഥനയുടെ മഹത്വവും നമ്മൾ മറന്നു. ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയും കഴിഞ്ഞ് ധൂപപ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുർബാന പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു. പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നതിന് ശേഷം ജനങ്ങളെ വാഴ്ത്തേച്ച് തിരിച്ചു കൊണ്ടുവന്ന് ദർഗായിൽ കയറി ബലിപീഠത്തിൽ വയ്ക്കുന്നു. വെച്ചതിന് ശേഷമായിരിക്കും ചില പള്ളികളിൽ കൽപ്പന വായന. അതുപോലെ തന്നെ വെച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആശീർവാദം വരെ കൊടുത്തതിന് ശേഷം കേട്ടോ, വാഴ്വും കൊടുത്ത് ആളുകളെ പറഞ്ഞയക്കുന്ന ആ പ്രാർത്ഥനകൾ നടത്തിയതിന് ശേഷം ചില പള്ളികളിൽ നടത്തുന്നത് കൽപ്പന വായന, സർക്കുലർ വായന. ഇപ്പം ചില പള്ളികളിൽ അത് മാറ്റി, കാരണം ജനം അത് കേൾക്കാൻ നിൽക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മധ്യസ്ഥ പ്രാർത്ഥനയും കഴിഞ്ഞ് കുർബാന പടിഞ്ഞാറേക്ക് എഴുന്നള്ളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൽപ്പനയായി, നോട്ടീസായി, സർക്കുലറായി, പിന്നെ പ്രസംഗങ്ങളായി, ഇവയെല്ലാം കൂടെ വരുമ്പോൾ ഒരു 10-25 മിനിറ്റ് എല്ലാം കൂടി ആ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞത്. അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോൾ ഈ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലി കർത്താവിൻ്റെ ശരീരത്തെ ഭക്ഷിപ്പാനും പാനം ചെയ്യാൻ നിൽക്കുന്ന ജനങ്ങൾ ആ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മറന്നിട്ട് മറ്റു ചിന്തകളിലേക്ക് അങ്ങ് മാറിപ്പോകും. ഇതും കഴിഞ്ഞ് ആശീർവാദവും കഴിഞ്ഞ് ചില പള്ളികളിൽ കൈമുത്തൂടെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആരെങ്കിലും കുർബാന അനുഭവിക്കാണ്ട് മാറി ഇങ്ങോട്ട് നിനക്ക് തരാം എന്ന് പറയും. ആ ഒരു അവസ്ഥ വന്നിടത്താണ് നമ്മളുടെ സഭയിൽ വിശുദ്ധ കുർബാനയുടെ ആ വലിയ മഹത്വം നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നത്. അപ്പോൾ സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പിതാക്കന്മാർ എത്ര ഭംഗിയായിട്ട് വിശുദ്ധ കുർബാനയിൽ ക്രമീകരിച്ചു തന്നു. ഈ ക്രമീകരിച്ചു തന്നത് ഏതർത്ഥത്തിലാണ് എന്ന് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശുദ്ധ കുർബാന ഒന്ന് സ്വീകരിച്ചാലത്തെ ആത്മീയ ചൈതന്യം വലുതായിരിക്കും. ഏത് പൈശാചിക ബന്ധനങ്ങളിൽ നമുക്ക് വിടുതൽ കിട്ടാൻ അത് ധാരാളം മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കത്തോലിക്ക സഭയാണ് വിശുദ്ധന്മാരുള്ള മധ്യസ്ഥയിൽ ഏറ്റവും കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും. പക്ഷെ അവർ പോലും വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥന തിരികെ കേട്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത് അവരും ഞാൻ അവരുടെ പല പള്ളികളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ പരിചയമുള്ള വൈദികരെ വിളിച്ചിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോൾ അവരുടെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് അവർ പടിഞ്ഞാറേക്ക് എന്ന് വെച്ചാൽ അവരുടെ പള്ളിയിലെ ബലിപീഠത്തിൻ്റെ അവിടെ നിന്ന് എടുത്ത് ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ കൊടുക്കുകയും അതിനുശേഷം തിരിച്ച് ബലിപീഠത്തിൽ കൊണ്ടുവച്ച് ബാക്കി പ്രാർത്ഥന ചൊല്ലി ജനത്തെ ആശീർവാദം നൽകി പറഞ്ഞയക്കുകയും ചെയ്യുന്ന ആ പാരമ്പര്യ രീതി അവർ നിലനിർത്തി പോരുന്നുണ്ട്. ഇപ്പോഴും ഇത്രയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനകളും ട്രെൻഡായിട്ടുള്ള വിശുദ്ധന്മാരുടെ പുറകെ പോകുന്ന രീതിയൊക്കെ അവർ കാണിച്ചിട്ട് പോലും അവർ കുർബാനയ്ക്കകത്ത് ഇത്ര 2ാം സ്ഥാനം കൊടുത്ത് മാറ്റിവെക്കുന്ന രീതി വന്നില്ല. അത് വലിയ ശ്ലാഘനീയമായ കാര്യം തന്നെ. നല്ലത് ചെയ്യുന്ന ആര് ചെയ്താലും നല്ലതെന്ന് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഇത്തരം പരിപൂർണവും പരിശുദ്ധവുമായ ആ പ്രാർത്ഥനയെ പോലും നമ്മൾ മാറ്റിവെക്കുന്ന തരത്തിലേക്ക് വന്നത് ഈ പറഞ്ഞ സർക്കുലറും നോട്ടീസും പ്രസംഗങ്ങളും പിന്നെ വാർഷികം, ജന്മവാർഷികം, ആ വാർഷികം, ഈ വാർഷികം എന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥനകളൊക്കെ കയറ്റി സമയം ഇങ്ങനെ ദീർഘിപ്പിച്ച് പോയതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ യഥാർത്ഥ അന്തസ്സത്ത് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയത്. പിന്നെ പടിഞ്ഞാറേ ഇപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വിശുദ്ധ കുർബാനയെ അതിൻ്റേതായ അർത്ഥത്തിലെടുത്തുകൊണ്ട് പരിപൂർണമായി അതിൻ്റെ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി അത് സംബന്ധിച്ചാൽ ഇതിനേക്കാൾ വലിയൊരു ധ്യാനം വേറെ ഇല്ല. ഒരു ഹലഹലയുടെയും പുറകിലും പോകണ്ട, ഒരു രീതിയുടെയും പുറകെ പോകണ്ട, ഒരു ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനം കൂടാനും പോകണ്ട. ധ്യാനകേന്ദ്രം എന്ന് പറയുന്നതല്ല, ധ്യാന കേന്ദ്രം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അല്ല, ഇതൊക്കെ ബഹള കേന്ദ്രങ്ങളാണ്. അവിടെ ഒന്നും ഇതിനൊന്നും പോകേണ്ട ഒരു കാര്യവുമില്ല. നീ യാമപ്രാർത്ഥനകൾ കൃത്യമായി നിവർത്തിക്കുക. എല്ലാ യാമങ്ങൾക്കും തൊട്ടു മുമ്പാണ് പിതാക്കന്മാർ യാമപ്രാർത്ഥന ക്രമീകരിച്ച്. എന്നിട്ട് നമ്മളത് ചെയ്യാൻ തയ്യാറാകുന്നപ്പോൾ 2 നേരമായിട്ട് ക്രമീകരിച്ചു. 7 യാമപ്രാർത്ഥനകളെ 2ആക്കി തന്നു. ആ യാമത്തിന് തൊട്ടു മുമ്പ്, അതായത് പ്രഭാതം ആരംഭിക്കുന്ന 6 മണിക്ക് മുമ്പ് പൂർത്തീകരിക്കണം.
സന്ധ്യാപ്രാർത്ഥന സന്ധ്യ ആരംഭിക്കുന്ന വൈകുന്നേരം 6 മണിക്ക് മുമ്പ് പൂർത്തീകരിക്കണം. അങ്ങനെ ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്കകത്ത് 3 പ്രാർത്ഥന, മറ്റതിനകത്ത് 4 പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥനയ്ക്കകത്ത് 4 പ്രാർത്ഥന ആയിട്ട് ക്രമീകരിച്ചു. ഇതൊക്കെ കൃത്യമായി അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുകയും വിശുദ്ധമായ വിധത്തിൽ കുർബാനയെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നീ വിശുദ്ധന്മാരോടോ മാതാവിനോടോ ഒക്കെയുള്ള മധ്യസ്ഥയൊക്കെ നടത്തിയും കൂടി പോയാൽ നിൻ്റെ ഒരു കാര്യത്തിനും ദോഷം വരികയില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഈ ധ്യാന കേന്ദ്രങ്ങളെന്ന് പറയുന്ന ബഹള കേന്ദ്രങ്ങളിൽ ഈ കരിസ്മാറ്റിക് പരിപാടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകളായിട്ട് ഈ സഭയുണ്ടെന്നേ, സഭയിൽ വിശ്വാസികളുണ്ടെന്നേ, അവർ വിശ്വസിക്കുന്നുണ്ടെന്നേ, അവർ കർത്താവിൻ്റെ ശരീരവും രക്തവും എന്നും പറഞ്ഞ് എഴുന്നള്ളിച്ച് വെച്ചിട്ട് അതേ നോക്കി ആരാധിക്കുകയല്ല, അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് അവരിൽ കർത്താവിൽ അവരുമായി ജീവിച്ചു. നമ്മുടെ പിതാക്കന്മാരൊക്കെ വിശുദ്ധരായത് അങ്ങനെയാണ്. അല്ലാതെ ഇപ്പോൾ കാണിക്കുന്ന തട്ടിപ്പിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല. ഇനി ആ ദാമോദോസെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ സ്പൂണും ചെറിയ കുഷ്യനും എടുത്ത് കാണിക്കുന്ന എന്താണെന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യത്തിൽ മനുഷ്യപുത്രൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് മിന്നൽ പിണർ പോലെ അത്ര മനുഷ്യപുത്രൻ വരുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം കിഴക്ക് ദിക്കിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. അങ്ങനെ പഴയ നിയമം പുതിയ നിയമം എടുത്താൽ കിഴക്ക് ദിക്കിൻ്റെ പ്രാധാന്യം ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കിഴക്കോട്ട് നോക്കുന്ന സുറിയാനി സഭയിൽ പ്രാർത്ഥന. ആ ചേട്ടനൊരു ചോദ്യം കൂടെ ചോദിച്ചു. മദ്ബഹായുടെ പുറകിലത്തെ ഭിത്തിയിൽ ഒരു റൗണ്ട് പോലെ അല്ലെങ്കിൽ ചിലപ്പോൾ കുരിശ് പോലെയൊക്കെ വെച്ചിട്ട് അത് അടച്ച് ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, കിഴക്ക് നിന്ന് ദൈവത്തിൻ്റെ ആത്മാ പ്രവേശിച്ച വാതിൽ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു. ആ അടയ്ക്കപ്പെട്ട വാതിൽ അത് മാതാവിനെ ഉദ്ദേശിച്ചിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ മാതാവിൻ്റെ സാരാംശമാണ് അവിടെ കാണിക്കുന്നതെങ്കിൽ പോലും, നമ്മുടെ ദൈവാലയങ്ങളൊക്കെ ഏത് വിശുദ്ധ നാമത്തിൽ സ്ഥാപിച്ചാലും അത് മാതാവിൻ്റെ സങ്കല്പത്തിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാനിപ്പോൾ തരുന്നില്ല. അത് പിന്നെ ആവശ്യമാണെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇനി എന്തായിരുന്നെന്ന് പറഞ്ഞാലും ഇത്രയും സൂക്ഷ്മമായ നയനങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട വിശ്വാസാചാര അനുഷ്ഠാനങ്ങളുള്ളൊരു സഭയിൽ എന്തിനാ ഈ രാരാരി രീതിയൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്? മാമോദീസ എത്ര ശ്രേഷ്ഠമായ സഭയിലേക്കുള്ള പ്രവേശന കവാടമാണെന്ന് എഴുതുമ്പോൾ അവിടെ എന്തൊക്കെ ഉരിഞ്ഞു വെച്ചാണ്, എന്തൊക്കെ അഴിച്ചു വെച്ചാണ് നീ ഇതിലൂടെ പ്രവേശിച്ച് ആ നിത്യജീവനിലേക്കുള്ള വാതിലാകുന്ന മിശിഹായിലൂടെ പ്രവേശിക്കുന്നതെന്ന് കൃത്യമായി പറയുമ്പോൾ അതൊക്കെ കളയുന്ന രീതിയിലുള്ള വാക്കുകളും വാക്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ, അതും പിതാക്കന്മാർ ഉപയോഗിക്കുമ്പോൾ 100% ഒരുപാട് ജനങ്ങൾക്ക് അത് വഴിതെറ്റാനൊരു കാരണമായി തീരും. അപ്പോൾ സ്വർഗ്ഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥം കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലൂടെ കൂടെ കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചേട്ടൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നു. ഇത്രയും കാര്യങ്ങൾ ഗ്രഹിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.